എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കണോമിക്സ് സിലബസിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇക്വിലിബ്രിയം, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കുന്ന ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉള്ള ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് സോപ്പിന്റെ മാർക്കറ്റ് എടുത്ത് നോക്കാം. ഒരുപാട് കമ്പനീസ് സോപ്പ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്, അല്ലെ? ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരുപാട് ബയേഴ്സും ഉണ്ട്. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. നോ സിംഗിൾ ഫേം ക്യാൻ ഇൻഫ്ലുവൻസ് ദ മാർക്കറ്റ് പ്രൈസ്. അതായത് ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് ആണ്. അതായത് മാർക്കറ്റ് പ്രൈസിൽ മാത്രമേ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കമ്പനീസിന് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കണേ. ഇനി രണ്ടാമത്തെ ഫീച്ചറാണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. അതായത് എല്ലാ ഫേംസും ഐഡന്റിക്കൽ ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും മാർക്കറ്റിൽ വിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. നോ ബാരിയേഴ്സ് ടു എൻറ്ററിങ് ആൻഡ് എക്സിറ്റ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലേക്ക് ഏത് ഫേമിന് വേണമെങ്കിലും എൻ്റർ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു പ്രൊഡക്റ്റ് ഒരാൾ വിൽക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ അയാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് കണ്ടാൽ മറ്റൊരു ഫേം എന്ത് ചെയ്യും? ആ ഒരു ഏരിയയിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും, അല്ലെ? അപ്പൊ അതിനെയാണ് ഫ്രീ എൻട്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലോസ് ഇൻകർ ചെയ്യുന്ന ഫേം എക്സിറ്റ് ആവും, അല്ലെ? അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ദെൻ അടുത്താണ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ബയേഴ്സിനും സെല്ലേഴ്സിനും പ്രൊഡക്റ്റിന്റെ പ്രൈസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അറിവ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കണം. ദെൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പ്രൈസ് ടേക്കേഴ്സ്. ഫേംസ് ആക്സെപ്റ്റ് ദ മാർക്കറ്റ് പ്രൈസ് ആസ് ഗിവൺ. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റില് ഒരു ഫേമിന് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പവർ ഇല്ല. അതായത് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് മാത്രമേ ഫേമിന് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എവറി ഫേം ഈസ് എ പ്രൈസ് ടേക്കേഴ്സ്. ഇതൊന്ന് ഓർത്തിരിക്കണേ. ഈ പോയിന്റ് എക്സാമിന് ചോദിച്ചാണ്, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. അതായത് ഇപ്പൊ സോപ്പിന്റെ മാർക്കറ്റ് എടുത്താല് എല്ലാ കമ്പനീസും മാർക്കറ്റിൽ വിൽക്കുന്ന സോപ്പിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റേഞ്ചിലായിരിക്കും. അതായത് അതാണ് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ ആ മാർക്കറ്റ് പ്രൈസിൽ മാത്രമേ ഫേമിന് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എല്ലാ ഫേംസും പ്രൈസ് ടേക്കേഴ്സ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ദെൻ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്രൈസും ഔട്ട്പുട്ടും എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം നോക്കാം. അപ്പൊ എന്താണ് ഇൻഡസ്ട്രി? അതായത് ഒരുപാട് ഫേംസ് ചേർന്ന് ഒരു സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടെങ്കിൽ ഈ ഫേംസിനെ ടോട്ടൽ ആയിട്ട് പറയുന്ന പേരാണ് ഇൻഡസ്ട്രി. അതായത് ഇപ്പൊ സോപ്പ് മാർക്കറ്റിൽ ഇറക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്, അല്ലെ? ഈ കമ്പനീസിനെ എല്ലാത്തും കൂടി ചേർത്തിട്ടാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നോക്കാം. ഡിറ്റർമിൻ ബൈ ഇന്ററാക്ഷൻ ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിലുള്ള ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഇന്ററാക്ഷന്റെ ബേസിലാണ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അടുത്ത പോയിന്റ് നോക്കൂ. ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് വേർ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റില് ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ആ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണ്, അതേപോലെ തന്നെ മാർക്കറ്റ് സപ്ലൈ എത്രയാണ്, ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം പ്രൈസ്. ഇനി ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ ചാർട്ട് നോക്കൂ. ഇവിടെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ആണ് കാണിച്ചിട്ടുള്ളത്, വൈ ആക്സിസിൽ പ്രൈസ് ആണ്. ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവാണ്, എസ് എന്ന് പറയുന്നത് സപ്ലൈ കർവാണ്. അപ്പൊ ഈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഇക്വിലിബ്രിയം പോയിന്റിലെ പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. അതേപോലെ തന്നെ ഈ ക്വാണ്ടിറ്റി ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീവ് മാർക്കറ്റിലെ ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റ് ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഇന്ററാക്ഷന്റെ ബേസിലാണ്. അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിലാണ്. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കണേ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് ഫേം ഇക്വിലിബ്രിയം ആണ്. അതായത് ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫേംസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ കമ്പനിയുടെയും ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈച്ച് ഫേം ഈസ് എ പ്രൈസ് ടേക്കർ, സോ ദ പ്രൈസ് ഈസ് കോൺസ്റ്റന്റ്. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഓരോ ഫേമും പ്രൈസ് ടേക്കേഴ്സ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് മാത്രമേ ഫേംസിന്
പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം നോക്കാം. ദ ഫേംസ് മാക്സിമൈസ് പ്രോഫിറ്റ് വെൻ, അതായത് ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് എ ഫേം എന്താണ്? ആ ഫേമിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന പ്രൈസിനെയും ക്വാണ്ടിറ്റിയെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന പോയിന്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, അതേപോലെ തന്നെ പ്രൈസ്, ഇത് മൂന്നും ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇത് ഓർത്തിരിക്കണേ. അപ്പൊ എന്താണ് മാർജിനൽ കോസ്റ്റ്? അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടാവുന്ന അഡീഷണൽ കോസ്റ്റ്, അതാണ് മാർജിനൽ കോസ്റ്റ്. എന്താണ് മാർജിനൽ റവന്യൂ? അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് വിൽക്കുന്നതിലൂടെ കിട്ടുന്ന അഡീഷണൽ റവന്യൂനെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ പ്രൈസും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ്. ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് കർവ് കട്ട് മാർജിനൽ റവന്യൂ കർവ് ഫ്രം ബിലോ, ഇതും അതിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു ചാർട്ടിന്റെ ബേസിലാണ് ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതില് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ പ്രൈസും ഈക്വൽ ആവണം. അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് കർവ് ഉണ്ട്, അത് മാർജിനൽ റവന്യൂ കർവിനെ താഴെ നിന്നും കട്ട് ചെയ്യണം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂയും പ്രൈസും ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇനി ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് ഷോർട്ട് റണ്ണിലും അതേപോലെ തന്നെ ലോങ് റണ്ണിലും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ഫേം, അതായത് വെരി ഷോർട്ട് ടൈമില് ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെയായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ 3 സിറ്റുവേഷൻ വരുന്നുണ്ട്. ഒരു ഷോർട്ട് റണ്ണില് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, അതേപോലെ തന്നെ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, ലോസ് ഏൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയെ. ഇനി എന്താണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്? അതായത് കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് അതിന്റെ ആവറേജ് കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ആ കമ്പനി ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ് നോർമൽ പ്രോഫിറ്റ്? പ്രൈസും ആവറേജ് കോസ്റ്റും ഈക്വൽ ആണെങ്കിൽ ആ ഒരു സ്റ്റേജ് ആണ് നോർമൽ പ്രോഫിറ്റ്. ഇനി എപ്പോഴാണ് ഫേം ലോസ് ഇൻകർ ചെയ്യുന്നത്? പ്രൈസ് ആവറേജ് കോസ്റ്റിനേക്കാളും കുറവാണെങ്കിൽ ഫേം ലോസ് ഇൻകർ ചെയ്യും. ഓക്കെ, അപ്പം ഷോർട്ട് റണ്ണില് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേമിന് 3 തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവാം. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, അതേപോലെ തന്നെ ലോസ് ഇൻകർ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ചാർട്ട് നോക്കൂ. ഇവിടെ 3 സിറ്റുവേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഷോർട്ട് റണ്ണില് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, അതേപോലെ തന്നെ ലോസ് ഇൻകർ ചെയ്യാം. അപ്പൊ ഇവിടെ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് ആണ് തന്നിട്ടുള്ളത്, വൈ ആക്സിസിൽ പ്രൈസ്, റവന്യൂ ആൻഡ് കോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് കമ്പനി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ചാർട്ട് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ. ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ഇതാണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഇതാണ് പ്രൈസ് ആൻഡ് ആവറേജ് റവന്യൂ. അപ്പൊ മാർജിനൽ കോസ്റ്റും അതേപോലെ തന്നെ മാർജിനൽ റവന്യൂവും ഈക്വൽ ആവുന്ന പോയിന്റ്, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ഇതാണ് കമ്പനിയുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ താഴേക്ക് നോക്കൂ. ഇതാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, അതായത് ആ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ആണ് ആവറേജ് കോസ്റ്റ്. അപ്പൊ കോസ്റ്റ് ഇവിടെയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇതാ കമ്പനിയുടെ പ്രൈസ് ഇതാ ഇത്രയും ഉണ്ട്, കോസ്റ്റ് ഇത്രയാണ് ഇൻകർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗം കമ്പനിയുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ്സ് നിങ്ങൾ നോർത്തിരിക്കുക. അതായത് ഷോർട്ട് റണ്ണില് ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക എങ്ങനെയാണ്? മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ പ്രൈസും ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും. അതേപോലെ തന്നെ ഷോർട്ട് റണ്ണില് കമ്പനി അല്ലെങ്കിൽ ഫേം 3 തരത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഏൺ ചെയ്യുന്നുണ്ട്. ഒന്ന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ഒന്ന് നോർമൽ പ്രോഫിറ്റ്, മറ്റൊന്ന് ലോസ് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ചാർട്ടാണിത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് മാർജിനൽ കോസ്റ്റ്, ദെൻ ഇതാണ് ആവറേജ് റവന്യൂ അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ, പ്രൈസും ഈ ലൈൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് കമ്പനിയുടെ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പൊ ഇവിടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഈ പോയിന്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ ആവറേജ് കോസ്റ്റും പ്രൈസും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇവിടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഫേമിന് എന്തില്ല? പ്രോഫിറ്റ് ഇല്ല. കണ്ടോ? അതാണ് ഈ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ഷോർട്ട് റണ്ണിൽ ഫേം ചിലപ്പം ലോസ് ഇൻകർ ചെയ്യാം. അപ്പൊ ആ ചാർട്ടാണ്. അപ്പൊ ഇവിടെ നോക്കൂ. കമ്പനിയുടെ മാർജിനൽ കോസ്റ്റും അതേപോലെ തന്നെ മാർജിനൽ റവന്യൂ കർവും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. പക്ഷേ കമ്പനിയുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്.
അപ്പം പ്രൈസ് ഇതാ ഇത്രയാണ്, കോസ്റ്റ് ഇത്രയും വരുന്നുണ്ട്. പ്രൈസ് ഇതാ ഇത്രയും വരുന്നുണ്ട്, കോസ്റ്റ് അതിനേക്കാളും വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഭാഗം കമ്പനിയുടെ ലോസ് ആയിരിക്കും. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ആവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ദെൻ ഇനി ലോങ് റൺ ഇക്വിലിബ്രിയം ആണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാനുള്ളൂ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റില് ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക നോക്കൂ. ഇൻ ലോങ് റൺ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അട്രാക്ട് ന്യൂ ഫേംസ്, സപ്ലൈ ഇൻക്രീസസ് ആൻഡ് പ്രൈസ് ഫാൾസ്. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റില് ഒരു ഫേം ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഫേം ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫേം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫേംസ് പുതിയതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യും, പ്രൈസ് കുറയും അല്ലെ. ദെൻ ലോസ് കോസ് ഫേംസ് ടു എക്സിസ്റ്റ്. അതായത് അപ്പൊ ലോസ് ഉണ്ടാകുമ്പോൾ ചില ഫേംസ് എക്സിസ്റ്റ് ചെയ്യും, സപ്ലൈ ഡിക്രീസ് ആവും, പ്രൈസ് വീണ്ടും കൂടും. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാട്ടോ. അപ്പൊ ഫൈനലി ഫേംസ് ക്യാൻ ഓൺലി നോർമൽ പ്രോഫിറ്റ്. അതായത് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റില് ഫേംസ് ലോങ് റണ്ണില് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യുള്ളൂ. അപ്പൊ കണ്ടീഷൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രൈസ് മാർജിനൽ കോസ്റ്റിനും അതേപോലെ തന്നെ മാർജിനൽ റവന്യൂവിനും ഈക്വൽ ആവണം. ഇനി എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഒരാൾ ഒരു സോപ്പിന്റെ ബിസിനസ് തുടങ്ങി. അപ്പൊ അയാൾ മാത്രമേ ഇപ്പം ആ പ്രൊഡക്റ്റ് വിൽക്കുന്നുള്ളൂ. അപ്പൊ അയാൾ ഒരു ഹൈ പ്രോഫിറ്റ് അയാൾ ഏൺ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പുതിയ ആളുകൾ എന്ത് ചെയ്യും? ആ സോപ്പിന്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി വരും. വരുന്ന സമയത്ത് അവരും ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അവിടെ സപ്ലൈ ഇൻക്രീസ് ആവും. സപ്ലൈ ഇൻക്രീസ് ആവുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും അല്ലെ. അപ്പൊ പ്രൈസ് കുറയുന്ന സമയത്ത് ചില ഫേംസ് ലോസ് ഇൻകർ ചെയ്യും. ഇപ്പൊ ലോസ് ഇൻകർ ചെയ്യുന്ന ഫേംസ് ഷട്ട് ഡൗൺ ചെയ്യും അല്ലെ. അപ്പൊ വീണ്ടും സപ്ലൈ ഡിക്രീസ് ആവും, പ്രൈസ് വീണ്ടും കൂടും. അപ്പം എന്ത് ചെയ്യുന്നു? ഫേംസ് നോർമൽ പ്രോഫിറ്റ് മാത്രം ഏൺ ചെയ്യുന്നു. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? പ്രൈസ് മാർജിനൽ കോസ്റ്റിനും മാർജിനൽ റവന്യൂവിനും ഈക്വൽ ആവണം. അതേപോലെ തന്നെ ആവറേജ് കോസ്റ്റ് മിനിമത്തിലാവണം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലോങ് റണ്ണിൽ ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ദിസ് ഈസ് ദ ലോങ് റൺ ഇക്വിലിബ്രിയം പൊസിഷൻ PQ. The firm is making only normal profit at this point. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ചാർട്ട് പോലെ തന്നെയാണ്. എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി, വൈ ആക്സിസിൽ പ്രൈസ്, ദെൻ മാർജിനൽ കോസ്റ്റ് കർവ്. ഇതാണ് മാർജിനൽ കോസ്റ്റ് കർവ്. ഇത് മാർജിനൽ റവന്യൂ അല്ലെങ്കിൽ ആവറേജ് റവന്യൂ അല്ലെങ്കിൽ പ്രൈസ്, മൂന്നും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇത് ആവറേജ് കോസ്റ്റ് കർവ്. അപ്പൊ ഇത് മൂന്നും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പൊ ഇക്വിലിബ്രിയം പോയിന്റിലെ ഈ പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പൊ ഇവിടെ കമ്പനിക്ക് പ്രോഫിറ്റോ ലോസോ ഇല്ല, അതാണ് പ്രത്യേകത. അപ്പൊ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റില് ഒരു ഫേംസും സൂപ്പർ നോർമൽ പ്രോഫിറ്റോ ലോസോ ഉണ്ടാക്കുന്നില്ല. അതിന് പകരം അവരെല്ലാവരും നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ മോണോപോളി എന്താന്ന് നോക്കുകയാണ്. എന്താണ് മോണോപോളിയുടെ പ്രത്യേകത? അതായത് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഒരു ലൊക്കാലിറ്റിയിൽ ഡ്രിങ്കിങ് വാട്ടർ വിൽക്കുന്ന ഒരേ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അയാളായിരിക്കും അതിന്റെ മോണോപോളി. ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അയാളായിരിക്കും. എത്ര ക്വാണ്ടിറ്റി വിൽക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അയാളായിരിക്കും. അപ്പൊ അതാണ് മോണോപോളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കേട്ടോ. ഇനി ഇവിടെ നോക്കും, മോണോപോളിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സിംഗിൾ സെല്ലർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതേപോലത്തെ പ്രൊഡക്റ്റ് വേറെ ആരും മാർക്കറ്റിൽ വിൽക്കുന്നില്ല അല്ലെ. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ദെൻ ഹൈ ബാരിയേഴ്സ് ടു എൻട്രി. അതായത് ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ആരും എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് എൻ്റർ ആവുന്നില്ല. ദെൻ പ്രൈസ് മേക്കേഴ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അതായത് മോണോപോളിയില് ഫേം പ്രൈസ് മേക്കേഴ്സ് ആണ്. പ്രൈസ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ഫേം മാത്രമായിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ലൊക്കാലിറ്റിയിൽ ഡ്രിങ്കിങ് വാട്ടർ വിൽക്കുന്ന ഒരേ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അയാളായിരിക്കും ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോണോപോളി മാർക്കറ്റിലെ ഫേംസ് പ്രൈസ് മേക്കർ ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ദെൻ ടൈപ്സ് ഓഫ് മോണോപോളി. ഒന്ന് നാച്ചുറൽ മോണോപോളി ആണ്. ഹൈ ഫിക്സഡ് കോസ്റ്റ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ചില മോണോപോളീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് നാച്ചുറൽ മോണോപോളിയാണ്. ഇനി ലീഗൽ മോണോപോളി ഉണ്ട്. അതായത് ചിലപ്പം ഗവൺമെന്റ് മാത്രം നടത്തുന്ന ചില ബിസിനസ്സുകൾ ഉണ്ട്. അതെന്താണ്? ലീഗൽ മോണോപോളിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ചാർജിങ് ഡിഫറെന്റ് പ്രൈസ് ടു ഡിഫറെന്റ് കൺസ്യൂമേഴ്സ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ചില മോണോപോളി ഫേംസ് പല കസ്റ്റമേഴ്സിന്റെ അടുത്തുനിന്നും പല പ്രൈസ് ചാർജ് ചെയ്യും.
അതെന്തുകൊണ്ടാണ്? അയാളാണ് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്, അയാളാണ് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മോണോപ്പൊളിയെ കുറിച്ച് ഒന്ന് ഓർത്തിരിക്കണേ. ദെൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപ്പൊളി. ഇനി മോണോപ്പൊളിയുടെ കേസിൽ പ്രൈസും ഔട്ട്പുട്ടും എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒക്കേഴ്സ് വെൻ മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അതായത് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും മോണോപ്പൊളി ഫേമിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അതൊന്ന് ഓർത്തിരിക്കണേ. ദെൻ മാർജിനൽ റവന്യൂ ഫാൾസ് ഫാസ്റ്റർ ദാൻ പ്രൈസ് ഡ്യൂ ടു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഓഫ് ഡിമാൻഡ് കർവ്. അപ്പൊ മോണോപോളി സിറ്റുവേഷനിൽ കമ്പനിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രൈസ് പെട്ടെന്ന് തന്നെ ഫാൾ ചെയ്യും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ മാർജിനൽ കോസ്റ്റ് യൂഷ്വലി യു ഷേപ്ഡ് കർവ് ആയിരിക്കും. ദെൻ പ്രൈസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ എക്സ്റ്റെൻഡിങ് ദ വെർട്ടിക്കലി ഫ്രം ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ടു ദ ഡിമാൻഡ് ഓർ ആവറേജ് റവന്യൂ കർവ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ട് നോക്കിയിട്ടൊന്ന് നോക്കാം, പഠിക്കാം. അപ്പൊ ഷോർട്ട് റണ്ണില് മോണോപോളി ഇക്വിലിബ്രിയം ആണ് ആദ്യം നോക്കുന്നത് കേട്ടോ. ദ മോണോപോളിസ്റ്റ് ക്യാൻ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അതായത് ഷോർട്ട് റണ്ണിലേക്ക് വരുമ്പോൾ മോണോപോളി ഫേംസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെയാ വരിക? പ്രൈസ് ആവറേജ് കോസ്റ്റിന് ഹയർ ആവണം. ഇനി നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രൈസ് ആവറേജ് കോസ്റ്റിന് ഈക്വൽ ആവണം. ഇനി ലോസ് ആണെങ്കിൽ പ്രൈസ് ആവറേജ് കോസ്റ്റിനെക്കാളും കുറവാവണം. അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കണേ. നമ്മൾ നേരത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കേട്ടോ. ദെൻ ഇതാണ് ആ കേസ്. അപ്പൊ മോണോപോളി ഫേം ഷോർട്ട് റണ്ണില് 3 തരത്തിലുള്ള സിറ്റുവേഷൻ ഇൻകർ ചെയ്യുന്നുണ്ട്. ഒന്ന് അബ്നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, ലോസ് ഇൻകർ ചെയ്യുന്നുണ്ട്, നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ അബ്നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത്? ഇപ്പൊ കമ്പനിയുടെ ആവറേജ് റവന്യൂ ഇതാണ് കമ്പനിയുടെ ഡിമാൻഡ് കർവ്. ഇനി മാർജിനൽ റവന്യൂ ഇതാണ്. അപ്പൊ ഇതാണ് മാർജിനൽ കോസ്റ്റ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും കമ്പനിയുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ് കമ്പനിയുടെ ആവറേജ് റവന്യൂ. ഇത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലായിരിക്കും കമ്പനിയുടെ പ്രൈസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കമ്പനി ഫിക്സ് ചെയ്യുന്നത്. ദെൻ ഇതാണ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ പ്രൈസ് ഇത്രയും വരുന്നുണ്ട്, കോസ്റ്റ് ഇത്രയേ വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കമ്പനിയുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ലോസ് ആണെങ്കിൽ നേരെ തിരിച്ചു വരും. അതായത് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആവറേജ് കോസ്റ്റ്. കോസ്റ്റ് ഇത്രയും വരുന്നുണ്ട്. പ്രൈസ് ആവറേജ് റവന്യൂ ആണ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയാണ് പ്രൈസ്. അപ്പൊ പ്രൈസ് ഇത്ര വരുന്നുള്ളൂ, കോസ്റ്റ് അതിനേക്കാളും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കമ്പനിയുടെ ലോസ് ആയിരിക്കും. ഓക്കെ, ഇനി നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. ദെൻ അത് നേരെ വരയ്ക്കാണ്. ആവറേജ് റവന്യൂ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് നിന്ന് ലെഫ്റ്റിലോട്ട് വരയ്ക്കുമ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇപ്പോൾ ഇവിടെ ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂ എന്താണ്? ഈക്വൽ ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റും ഒരു പ്രൊഡക്റ്റ് നിന്ന് വിറ്റാൽ കിട്ടുന്ന റവന്യൂ ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവുന്നില്ല? പ്രോഫിറ്റ് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇല്ല, നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ദെൻ ലോങ് റൺ ആണെങ്കിൽ മോണോപോളിയുടെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇൻ ലോങ് റൺ ഡ്യൂ ടു ബാരിയേഴ്സ് ടു എൻട്രി സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ക്യാൻ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. അപ്പൊ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് മോണോപോളിയുടെ ലോങ് റണ്ണിലുള്ള ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ മോണോപോളി ഫേംസ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യുള്ളൂ. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും പറഞ്ഞപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് ഏൺ ചെയ്യുന്നത്. എന്നാൽ മോണോപോളി ഫേമിലേക്ക് വരുമ്പോൾ അവിടെ മോണോപോളി ഫേം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ നോക്കാം. മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആവണം, പ്രൈസ് ആവറേജ് കോസ്റ്റിനെക്കാളും കൂടുതലാവണം, എന്നാൽ മാത്രമേ അവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. നോ എൻട്രി ഓഫ് ന്യൂ ഫേംസ്. അതായത് ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ അവിടെ ന്യൂ ഫേംസിനൊന്നും എൻട്രി ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അത് എന്തുകൊണ്ടാ? അത് മോണോപോളി മാർക്കറ്റ് സ്ട്രക്ചർ ആയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ഏരിയയിൽ ഡ്രിങ്കിങ് വാട്ടർ വിൽക്കുന്ന ഒരേ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ പുതിയ കമ്പനിക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അതിനെ മോണോപോളി മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ മോണോപോളി ഫേം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ,
ദെൻ ഇനി കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ഓപ്ഷൻ എ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, ഓപ്ഷൻ ബി ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, ഓപ്ഷൻ സി പ്രൈസ് മേക്കർ, ഓപ്ഷൻ ഡി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരാത്ത പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചർ ആണ് അല്ലെ. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് അതും പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചർ ആണ്. ദെൻ പ്രൈസ് മേക്കർ ആണോ? അല്ല. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേംസ് പ്രൈസ് ടേക്കർ ആണ്, പ്രൈസ് മേക്കർ അല്ല. അപ്പൊ അത് തെറ്റാണ്. ഇനി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അതും പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചറിൽ വരുന്നതാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കണ്ടോ? അപ്പൊ എക്സാമിന് ഈ രീതിയിലാണ് ചോദ്യം ചോദിക്കാം. അപ്പം അത് നോക്കിയിട്ട് നമ്മുടെ ഈ ചാർട്ടൊക്കെ നോക്കിയിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദ ഫേം റീച്ചസ് ഇക്വിലിബ്രിയം വെൻ marginal revenue is equal to marginal cost. Option B, average revenue is equal to marginal cost. Option C, total revenue is equal to total cost. Option D, marginal revenue is greater than marginal cost. അതായത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ ലോങ് റൺ firms in perfect combination earn option A super normal profit, option B losses, option C normal profit, option D zero revenue. അതായത് ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഫേംസ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേംസ് എന്താണ് ഏൺ ചെയ്യുന്നത്? നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് കേട്ടോ. ഇപ്പൊ ഇത് ഓർത്തിരിക്കണേ. ഓക്കെ, അപ്പൊ എന്താണ് ഷോർട്ട് റൺ, എന്താണ് ലോങ് റൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതായത് ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ ഫേംസിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ അതിനെയാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ഷോർട്ട് റണ്ണില് ഫേമിന് എന്താണ് ഉണ്ടാകുന്നതാണ് നമ്മൾ ആദ്യം നോക്കിയത്. പിന്നെ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഫേംസ് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തും അല്ലെ. അപ്പൊ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ സിറ്റുവേഷൻസ് മാറും. അപ്പൊ അത് രണ്ടുമാണ് ഒന്ന് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. ദെൻ അടുത്ത നോക്കൂ, എ മോണോപോളി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓപ്ഷൻ എ മെനി സെല്ലേഴ്സ്, ഓപ്ഷൻ ബി നോ ബാരിയേഴ്സ് ടു എൻട്രി, ഓപ്ഷൻ സി വൺ സെല്ലർ ആൻഡ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ഡി ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. മോണോപ്പൊളിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചത്. എന്താണ്? വൺ സെല്ലർ ആൻഡ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തത്, ഇൻ മോണോപോളി ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ഓപ്ഷൻ എ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, ഓപ്ഷൻ ബി ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്, ഓപ്ഷൻ സി ലെസ് ദാൻ മാർജിനൽ കോസ്റ്റ്, ഓപ്ഷൻ ഡി ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. അതായത് മോണോപോളിയുടെ ഇക്വിലിബ്രിയത്തില് പ്രൈസ് മാർജിനൽ കോസ്റ്റിനെക്കാളും കൂടുതലായിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. മോണോപോളിന്റെ കേസാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.